കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും ആവാസ വ്യവസ്ഥയും മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടൊരു നിർണായക പഠന റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. കുറുനരി എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഗോൾഡൻ ജക്കാളിൻ്റെ എണ്ണവും മനുഷ്യവാസ മേഖലയിലെ അവയുടെ ഇടപെടലും സംബന്ധിച്ച ഒരു പഠനം. ആരണ്യകം നേച്ചർ ഫൗണ്ടേഷൻ എന്ന NGO ആണ് പഠനം നടത്തിയത്. സംരക്ഷിത പ്രദേശങ്ങളുടെ അതിരുകൾക്കപ്പുറം മനുഷ്യർ ആധിപത്യം പുലർത്തുന്ന ഭൂപ്രകൃതികളിൽ ഇവ വ്യാപകമാകുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. പഠന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഗോൾഡൻ ജക്കാളുകളെ കുറുനരിയെന്നോ കുറുക്കനെന്നോ വിളിക്കണം, ഏതാണ് വിളിക്കേണ്ടത് എന്ന ചർച്ചകൾ വീണ്ടും സജീവമായി. ആദ്യം RDX ആപ്പിലേക്ക്. കേരളത്തിൽ കുറുക്കന്മാരില്ലേ എന്ന് പരിശോധിക്കാം. 20,000 മുതൽ 30,000 വരെ കുറുനരികൾ കേരളത്തിലുണ്ടെന്ന് ആരണ്യകം സർവേ പറയുന്നു. ഇതിൽ 5,000-ലേറെ എണ്ണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് 874 വില്ലേജുകളിലായാണ്. സംരക്ഷിത വനമേഖലയിൽ ഗോൾഡൻ ജക്കാളിന്റെ സാന്നിധ്യം കുറവാണ്. ഗോൾഡൻ ജക്കാൾ എന്ന ഈ ജീവിയെ കേരളത്തിൽ കുറുക്കൻ, കുറുനരി, ഊളൻ എന്നിങ്ങനെ നിരവധി പേരുകളിൽ വിളിക്കുന്നുണ്ട്. യഥാർത്ഥ കുറുക്കൻ ഇതല്ല എന്നത് സംബന്ധിച്ച് തർക്കവും നിലനിൽക്കുന്നുണ്ട്. കുറുനരികളെ കൊണ്ട് വലിയ ശല്യമില്ലെന്നും പഠനത്തിൽ പ്രതിപാദിക്കുന്നു. കാർഷിക വിളകൾക്ക് ദോഷമുണ്ടാക്കുന്ന എലി, പന്നി ജീവികളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിൽ കുറുനരികൾക്ക് വലിയ പങ്കുണ്ടെന്ന് പഠനം സ്ഥിരീകരിക്കുന്നു. തീരപ്രദേശങ്ങൾ മുതൽ നഗരപ്രാന്തങ്ങൾ വരെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതികളിൽ നടത്തിയ പഠനത്തിലാണ് ഗോൾഡൻ ജക്കാളിന്റെ ആവാസ വ്യവസ്ഥ സംബന്ധിച്ച് ആരണ്യകം നേച്ചർ ഫൗണ്ടേഷന്റെ നിർണായക കണ്ടെത്തലുകൾ. 2200 പേർ പങ്കെടുത്ത ഓൺലൈൻ സർവേ വഴിയാണ് ഇവയുടെ സാന്നിധ്യവും എണ്ണവും സംബന്ധിച്ച് ആധികാരിക പഠനം തയ്യാറാക്കിയത്. ഗോൾഡൻ ജക്കാളുകളുടെ ചിത്രവും GPS ലൊക്കേഷനും എല്ലാം ഉൾപ്പെടുത്തിയാണ് ഇവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. RDX റാപ്പ് ന്യൂസ് മലയാളം. മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കാം. പഠനത്തിലെ കണ്ടെത്തലുകൾ. ഈ പഠനത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇവയാണ്. നിർണായക പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത് ആരണ്യകം നേച്ചർ ഫൗണ്ടേഷനാണ്. നമ്മളത് കണ്ടു. പഠനം നടത്തിയത് ഡോക്ടർ PS ഈസ, ഡോക്ടർ സന്ദീപ് ദാസ്, ഡോക്ടർ S ധ്രുവരാജ് എന്നിവർ ഈ ശാസ്ത്രജ്ഞന്മാരാണ്. കേരളത്തിലെ ഏകദേശം 70% ഗ്രാമങ്ങളിലും ഗോൾഡൻ ജക്കാൾ സാന്നിധ്യം കണ്ടെത്തി എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട വിവരം. സംസ്ഥാനത്താകെ 20,000-നും 30,000-നും ഇടയിൽ ഗോൾഡൻ ജക്കാൾ ഉണ്ട് എന്നാണ് പഠന റിപ്പോർട്ട്. മനുഷ്യവാസ മേഖലയിൽ 874 വില്ലേജുകളിലായി 5,000 ഗോൾഡൻ ജക്കാളുകളുണ്ട് എന്നതാണ് ഈ പഠനത്തിൽ പറയുന്നത്. ഇടതൂർന്ന വനമേഖലകളിലല്ല, വയൽ എസ്റ്റേറ്റ് പോലെ ഗ്രാമീണ മേഖലകളിലാണ് ഈ ഗോൾഡൻ ജക്കാൾ ഉള്ളത്. തെങ്ങിൻ തോപ്പുകളിൽ 24%, നെൽവയലുകളിൽ 8%, റബ്ബർ തോട്ടങ്ങൾ 6%. എന്നിങ്ങനെ ഏതൊക്കെ മേഖലകളിലാണ് കാണുന്നതെന്നതും അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്ന റിപ്പോർട്ടിനകത്ത് ഗ്രാമീണ വാസസ്ഥലത്തിൽ ഇത്ര, നഗരപ്രദേശങ്ങളിൽ അത്ര എന്നിങ്ങനെ ഈ സാന്നിധ്യം എവിടങ്ങളിലൊക്കെയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങി നഗരമേഖലകളിലും ഗോൾഡൻ ജക്കാളുകളുടെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നു. വെള്ളം നിറഞ്ഞ പ്രദേശങ്ങൾ കൂടുതലുള്ള ആലപ്പുഴയിൽ ഗോൾഡൻ ജക്കാളിനെ കണ്ടില്ല എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കൗതുകം. അട്ടപ്പാടിയിൽ വളരെ കുറവാണ്. പശ്ചിമഘട്ടത്തിലെ നിബിഡ വനങ്ങളിലും അപൂർവമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് ഇവയുടെ എണ്ണത്തിലെ കുറവും മയിലുകളുടെ എണ്ണം കൂടുന്നതും തമ്മിൽ ബന്ധമുണ്ട് എന്നുകൂടെ ആ റിപ്പോർട്ടിൽ ഉണ്ടെന്ന് കാണുന്നു. കൃഷിക്ക് ഭീഷണിയായ കാട്ടുപന്നി കുഞ്ഞുങ്ങളെ ഇവ കൊല്ലുമെന്നാണ് വയനാട്ടിലെ കർഷകർ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. വയനാട്ടിൽ കീടനാശിനി ഉപയോഗം കൂടുതലുള്ള മേഖലകളിൽ നിന്ന് ഗോൾഡൻ ജക്കാളുകൾ അവിടെയുണ്ട്. സർവേയിൽ പങ്കെടുത്ത 74.7% പേരും ഇവയുടെ വ്യാപനത്തെ ഒരു ശല്യമായി കണക്കാക്കുന്നില്ല എന്നതാണ് ഈ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എലി, കാട്ടുപന്നി, കീടനിയന്ത്രണത്തിൽ അവയുടെ പങ്ക് പലരും അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നത് ഈ പഠന റിപ്പോർട്ട് പറയുന്നു. കോഴികളെ പിടികൂടുന്നത്, പേവിഷബാധ സാധ്യത, മാലിന്യം കഴിക്കുന്നത് എന്നിവയൊക്കെ ആശങ്കയായിട്ടുണ്ട് നാട്ടുകാർക്കിടയിൽ. തെരുവ് നായ്ക്കളുമായി ഇണഞ്ഞ് ജനിതഘടന മാറുന്നത് പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കും എന്നൊരാശങ്ക ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നു. നായ്ക്കൾ, ചെന്നായ്ക്കൾ, കുറുക്കന്മാർ എന്നിവ ഉൾപ്പെടുന്ന കാനിഡേ കുടുംബമാണ് ഈ ഗോൾഡൻ ജക്കാൾ എന്ന് പറയുന്ന സംഗതി. ദക്ഷിണേന്ത്യൻ ഗോൾഡൻ ജക്കാൾ കാനിസ് ഓറിയസ് നരിയ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. സ്വർണ്ണ തവിട്ട് നിറത്തിൽ രോമങ്ങളുള്ളവയ്ക്ക് 6 മുതൽ 15 കിലോ വരെ ഭാരമുണ്ടാകും എന്നാണ് കാണുന്നത്. ലഭ്യത അനുസരിച്ച് ഭക്ഷണക്രമവുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാനാകും എന്നതാണ് സവിശേഷത. ഗോൾഡൻ ജക്കാൾ കേരളത്തിൽ പൊതുവെ അറിയപ്പെടുന്ന കുറുനരി എന്ന പേരിലാണ്. പക്ഷേ ബംഗാൾ ഫോക്സാണ് കേരളത്തിൽ കുറുക്കൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നത് എന്ന് പറയുന്നു. കേരളത്തിൽ കുറുക്കൻ്റെ ചിത്രം അവസാനം ലഭിച്ചത് 2013 പെരിയാർ റിസർവ് വനത്തിൽ നിന്നാണ്. അതിനുശേഷം കുറുക്കൻ എന്ന് വിളിക്കപ്പെടുന്നതിൽ ഫോട്ടോ കിട്ടിയിട്ടില്ല. അതിനുശേഷം കേരളത്തിൽ കുറുക്കൻ ഇല്ല എന്നതല്ല, പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറുക്കനും കുറുനരിയും ഗോൾഡൻ ജക്കാളിനെ വിളിച്ചു പോകുന്ന പേരുകളാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഭാഷാപരമായ പ്രയോഗ വ്യത്യാസമാകാം ആശയക്കുഴപ്പമെന്നും പഠനത്തിൽ പറയുന്നുണ്ട്. അതാണ് ഇതിലെ കാര്യം. ഇതിനകത്ത് ഏറ്റവും കൗതുകമുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. പക്ഷേ അതായത് കുറുക്കൻ എന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു പരിധിവരെ കുറുക്കൻ എന്ന്. ഇപ്പോൾ കുറുക്കൻ്റെ ചില രാത്രികളിൽ ഇങ്ങനെ കുറുക്കൻ്റെ ശബ്ദം കേൾക്കുക. കുറുക്കൻ എന്ന് പറയുന്നത് ഈ ഗോൾഡൻ ജക്കാളാണ്. അതെല്ലായിടത്തും ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായ കാര്യം, വന്യജീവികളോട് മനുഷ്യർ അടിച്ചു നിൽക്കുകയാണ്. വന്യജീവികളെന്ന് കേട്ടാൽ വിദ്വേഷം ഉണ്ടാകുന്നൊരു കാലത്ത് ഗോൾഡൻ ജക്കാൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളല്ല എന്ന്
വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ജീവിയല്ല എന്ന് 74% ആൾക്കാർ പറയുന്നു. സർവേയിൽ പങ്കെടുത്ത 3/4 പങ്ക് പേരും. അപ്പോൾ നമ്മൾ കുറുക്കൻ എന്ന് വിളിക്കുന്ന യഥാർത്ഥത്തിൽ കുറുനരിയായിരിക്കുന്ന ഈ ഗോൾഡൻ ജക്കാളിനോട് അവ പെരുമാറുന്ന ഇടങ്ങളിലെ മനുഷ്യർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ ആ വഴിക്ക് പുലർന്നു പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായി ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള കർഷകരുടെ ഒരു വിലയിരുത്തൽ കണ്ടല്ലോ. അതായത് ഈ എന്താണ് വലിയ വന്യജീവി ആക്രമണം ഇപ്പം നേരിടുന്നത് ഏതിൽ നിന്നാണ്? പന്നിയാണ്. അതായത് കുട്ടനാട്ടിൽ വരെ ഇവരെത്തിയിട്ടില്ലാത്ത കുട്ടനാട്ടിൽ വരെ പന്നികളുണ്ട്. അപ്പോൾ കാട്ടുപന്നിയുടെ ആക്രമണത്തെ തടയുന്നതിന് ഒരു പരിധി വരെ ഈ ഗോൾഡൻ ജക്കാളുകൾ സഹായിക്കുന്നു എന്ന വിലയിരുത്തലാണ് വയനാട്ടിലെ കർഷകർ നടത്തുന്നത്. അതായത് പന്നി കുഞ്ഞുങ്ങളെ ഗോൾഡൻ ജക്കാളുകൾ പിടികൂടുന്നുവെന്ന്. വളരെ ചെറിയ ജീവികളെയാണ് ഇത് പിടികൂടുക. മുയലിനെ, പന്നിയെ, എലിയെ ഒക്കെയാണ് ഇത് പിടികൂടി കഴിക്കുന്നത്, വേട്ടയാടി കഴിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ആശ്വാസം കർഷകർക്ക് ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ കയറി വെറുതെ ആക്രമിക്കുന്നില്ല, മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു പ്രകൃതി ഇതുവരെ കാണിച്ചില്ല. പക്ഷേ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ തെരുവ് നായ്ക്കളുമായി ഇണചേരുന്നു എന്നുള്ള കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് മാറ്റമാണ് അതിലൂടെ സംഭവിക്കുക എന്നുള്ളത്. തെരുവിൽ ഇപ്പോൾ ഉള്ളത് തന്നെ വളരെ അഗ്രസീവായ നായ്ക്കളാണ്. അവ ഇവരോട് ഇണചേർന്നിട്ട് ഇനി എന്താണ് പുതുതായി സംഭവിക്കുക എന്നുള്ള കാര്യമാണ് നമുക്കറിയാത്തത്. എന്തായാലും പക്ഷേ ഒരു കാര്യം ഓർക്കണം സനീഷേ, ഈ പഴയ പുസ്തകങ്ങളിൽ, കഥാപുസ്തകങ്ങളിൽ, ചിത്രകഥാ പുസ്തകങ്ങളിലെല്ലാം കണ്ടത് ഇവരല്ല, കുറുക്കൻ തന്നെയാണ്. ആ പടങ്ങളിലൊക്കെ കാണുന്നത് അതെ കുറുക്കനെ തന്നെയാണ് നമ്മൾ ഈ എന്താണ് ചിത്രകഥകളിലൊക്കെ കാണുന്നത്. ഈ കാണുന്ന അവരുടെ വാലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ വേറെ ഐറ്റമാണ്. കുറുക്കൻ മാറിപ്പോയത് നമ്മൾ അറിഞ്ഞില്ല. അതെ, നമ്മളെല്ലാവരെയും കുറുക്കൻ എങ്ങനെയൊക്കെ ബ്രീഡിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കാര്യം, ഞങ്ങളുടെ നാട്ടിൽ പാനൂർ തലശ്ശേരി ഭാഗത്തൊക്കെ നായ്ക്കുറുക്കൻ എന്ന് പറയുന്നൊരു വണ്ടിയുണ്ട്. അതായത് ഓട്ടോറിക്ഷ അല്ല, എന്നാൽ ഗുഡ്സ് വണ്ടിയുമല്ല, ഇതിന്റെ ഇടയിലുള്ള സാധനത്തിന് അവരിട്ടിരിക്കുന്ന നായ്ക്കുറുക്കന്മാരുണ്ടാവുമെന്നുള്ളൊരു പ്രശ്നമല്ല. അതാണ് കുറുക്കനെന്നോ കുറുനരിയെന്നോ ഊളനെന്നോ വിളിക്കേണ്ടത് എന്നതിലപ്പുറം മനുഷ്യവാസമുള്ള ഭൂപ്രകൃതികളിൽ ഈ ജീവി പെരുകി വരുന്നു എന്നാണ് ഈ പഠനത്തിൽ എടുക്കേണ്ട വിഷയമെന്ന് RDX കരുതുന്നു. ഒരു ജീവി അന്യം നിൽക്കുന്നത് മാത്രമല്ല, പെരുകുന്നതും സമതുലിതാവസ്ഥയെ തകർക്കും. കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ വന്യജീവി ശല്യമായ പന്നിയുടെ കാര്യം നമുക്കറിയാം. ആവാസ വ്യവസ്ഥയെ വെല്ലുവിളിക്കും വിധം സംരക്ഷിത പ്രദേശങ്ങളുടെ അതിരുകൾക്കപ്പുറത്തേക്ക് ഗോൾഡൻ ജക്കാളുകളുടെ സാന്നിധ്യമേറുമ്പോൾ പരിസ്ഥിതിയെ സംബന്ധിച്ച പുതിയ ബോധ്യങ്ങൾ, ഉൾക്കാഴ്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. തെരുവ് നായ്ക്കളുമായി ഗോൾഡൻ ജക്കാളുകൾ ഇണചേരുന്നുവെന്നത് ജനിതഘടനയ്ക്കുണ്ടാക്കുന്ന മാറ്റവും ഭീഷണിയും എന്താകുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുമാണ്. ഭൂപ്രകൃതിയും ജന്തുജാല വൈവിധ്യവും സംരക്ഷിക്കുന്നതിനുള്ള നയങ്ങളുടെ അടിയന്തര പുനഃക്രമീകരണം, പൊതുജനാവബോധം വർദ്ധിപ്പിക്കൽ, തുടർച്ചയായ ശാസ്ത്രീയ പഠനങ്ങൾ, ഇതിൻ്റെ എല്ലാം ആവശ്യത്തിലേക്കാണ് ഈ പഠനം വിരൽ ചൂണ്ടുന്നത്. ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.